രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ച മാലേഗാവ് സ്ഫോടന കേസിൽ പ്രതികളെ NIA കോടതി വെറുതെ വിട്ടു. കോടതി വിധി സ്വാഗതം ചെയ്ത BJP സംഘപരിവാർ സംഘടനാ നേതാക്കൾ മധുര വിതരണം നടത്തി. സത്യം ജയിച്ചെന്നും കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. NIA കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഇരയായവരുടെ കുടുംബം വ്യക്തമാക്കി. 17 വർഷം നീണ്ട നിയമവിചാരണയ്ക്കൊടുവിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് മലേഗാവ് സ്ഫോടന കേസ് പ്രതികളെ കോടതി വെറുതെ വിട്ടത്. കേസിൽ പ്രതികളായിരുന്ന BJP മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ, കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്നിവരുൾപ്പെടെ എല്ലാവരും നിരപരാധികളാണെന്ന് കോടതി വിധിയിൽ പറയുന്നു. BJPയെ പ്രതിരോധത്തിലാക്കിയ ഭഗവ ഭീകരവാദം എന്ന കോൺഗ്രസ് പ്രചാരണത്തിന് കനത്ത തിരിച്ചടി നൽകിയ വിധിയെ സംഘപരിവാർ സംഘടനകൾ ആഘോഷമാക്കുകയാണ്. മലേഗാവ് കേസിൽ തന്നെ അകാരണമായി പീഡിപ്പിക്കുകയായിരുന്നു. തുടക്കം മുതൽ താൻ പറഞ്ഞ കാര്യങ്ങളാണ് കോടതി കണ്ടെത്തിയത്. കേസ് തന്റെ ജീവിതം നശിപ്പിച്ചു. ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഭഗവയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയെങ്കിലും ഒടുവിൽ ഹിന്ദുത്വ വിജയിച്ചെന്നും വിധിയിൽ പ്രതികരിച്ച പ്രഗ്യാ സിംഗ് ഠാക്കൂർ പറയുന്നു. इसके अंतर्गत जो इन लोगों ने टॉर्चर किया है मुझे, वह गैर कानूनी था और देश को बदनाम करने के लिए जो उन्होंने काम किया वह कदापि स्वीकार नहीं है. हम जैसे लोग अपने को समर्पित, देश के लिए समर्पित आहूत होना जानते हैं, पर देश को कभी हानि पहुंचा नहीं सकते. कभी भी देश को किसी प्रकार की आंच आए तो हम जैसे लोग जो क्रांतिकारी और देशभक्त लोग हैं वो सदैव तैयार रहते हैं. വിധിയിൽ സന്തോഷമുണ്ട്. രാജ്യത്തെ സേവിച്ചതുപോലെ സംഘടനയെയും സേവിച്ചു. രാജ്യത്തെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ തെറ്റ് ചെയ്യുന്നുണ്ട്. വിധിയിലൂടെ സാധാരണക്കാർക്ക് നിയമ സംവിധാനത്തിൽ വിശ്വാസം ഉറപ്പായെന്നും മുഖ്യപ്രതിയായിരുന്ന ശ്രീകാന്ത് പുരോഹിത് പറഞ്ഞു. മലേഗാവ് കേസിൽ ബോംബ് സ്ഥാപിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും UAPA വകുപ്പുകൾ ചുമത്താവുന്ന കുറ്റം തെളിയിക്കാനായില്ലെന്നും പ്രതിഭാഗത്തിനായി ഹാജരായ അഭിഭാഷകർ പറഞ്ഞു. आज अपना निर्णय सुनाया है. इसमें सारे अभियुक्तों को निर्दोष मुक्त पाया है. इसके जो मूल बिंदु है वो यह है कि जो साध्वी प्रज्ञा सिंह ठाकुर की मोटरसाइकिल बताई गई थी वो उनकी मोटरसाइकिल वे इस्तेमाल कर रही थी या उनकी थी, ऐसा कोई भी पुख्ता सबूत प्रोसिक्यूटिंग एजेंसी न्यायालय के सामने नहीं रख पाई है. മലേഗാവ് കേസിൽ വർഷങ്ങൾക്ക് ശേഷം സത്യം ജയിച്ചു എന്നാണ് BJP നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതികരണം. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും നിരപരാധികൾ ഏറെക്കാലം ജയിലിൽ കഴിയേണ്ടി വന്നുവെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. സംഘപരിവാർ ഭീകരത എന്നൊന്നില്ല എന്നാണ് വിധിയെ മുൻനിർത്തി നേതാക്കൾ ഒന്നടങ്കം പ്രതികരിച്ചത്. കേസിൽ മേൽക്കോടതിയെ സമീപിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും നടന്നത് ഗൂഢാലോചനയാണ് എന്നുമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചത്. देखिए, अभी तो इसको डिटेल में हम लोग देखेंगे. इसके अंदर क्या दिया गया है, क्या कहा गया है, इसको देखने के बाद ही कोई फैसला होगा. अपरेंटली जिस प्रकार की चीजें सामने आ रही है उसमें यह स्पष्ट रूप से दिख रहा है कि यह षड्यंत्र था. ഹിന്ദുത്വ ഭീകരവാദം എന്ന പ്രചാരണം തെറ്റെന്നും അതിൽ അർത്ഥമില്ലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞു. ഭഗവ ഭീകരത എന്ന പേരിൽ പ്രചാരണം നടത്തിയ കോൺഗ്രസും അതിന് നേതൃത്വം നൽകിയ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും BJP നേതാവ് രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. കോടതി വിധിയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടെന്നും ജയിലിലായിരുന്നപ്പോൾ പ്രഗ്യയെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയാക്കിയതായും ഒരു സ്ത്രീയെ അത്തരത്തിൽ പീഡിപ്പിച്ചതിന് എന്ത് ശിക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുക എന്നും മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ഉമാഭാരതി ചോദിച്ചു. इतनी खुश हूँ कि मेरे पास लफ्ज नहीं, क्योंकि मैं जब प्रज्ञा नासिक की जेल में थी तो मुझे एक पुलिस अधिकारी, महाराष्ट्र पुलिस अधिकारी के जरिए पता लगा कि प्रज्ञा का बहुत टॉर्चर हुआ. वो इतना शर्मनाक था, इतना यातनादायक था कि बड़ी मुश्किल से कोई स्त्री उस प्रताड़ना को झेल सकती थी. आप सोच नहीं सकते हैं कि आज मुझे कितना आंतरिक शांति प्रदान करने वाला ये फैसला है. കോടതി വിധി 17 വർഷത്തെ പോരാട്ട വിജയമെന്നും വിധിയിൽ സന്തോഷമുണ്ടെന്നും പ്രതികളായിരുന്നവരുടെ കുടുംബാംഗങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. हमें बहुत अच्छा लगा कि जो निर्दोष है, हम पहले से ही कह रहे थे कि हम लोग निर्दोष है, लेकिन 17 साल तो केस की फाइट करनी ही पड़ी हमें. तो आज का फैसला बहुत महत्वपूर्ण हो गया है और हम खुश हैं इस फैसले से.
क्योंकि हम पहले से ही निर्दोषी थे और निर्दोषी रहे। മുംബൈയിലെ NIA പ്രത്യേക കോടതി വിധി ഇരയായവർക്ക് നീതി നിഷേധിക്കുകയാണെന്ന് സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അഭിപ്രായപ്പെട്ടു. കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇരകളുടെ കുടുംബത്തിന്റെ തീരുമാനം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.